തന്നെയല്ലേ? ഇന്ന് എന്നോട് ഒത്തിരി പേര് പറഞ്ഞു ഇത് ഒരു മീൻകറിയുടെ വീഡിയോ ഇടണമെന്ന്, മീൻകറി വെക്കുന്ന വീഡിയോ ഇടണമെന്ന് പലരും എന്നോട് ആവശ്യപ്പെട്ടു. അപ്പം ഞാൻ വിചാരിച്ചിട്ട് നല്ല മീൻ കിട്ടിയിട്ട് ഇടാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അന്നേരം ഇന്ന് മീൻകാരൻ വന്നപ്പം ഒരു നെമ്മീൻ തന്നത് കേട്ടോ, അടിപൊളി നെമ്മീൻ. അപ്പം നെമ്മീൻ കിട്ടിയപ്പോൾ അതൊന്ന് കറി വെക്കാമെന്ന് വിചാരിച്ച് ഞാൻ തുടങ്ങുകയാണ്. അപ്പം എല്ലാവരും നമുക്ക് നോക്കാം എങ്ങനെയാണ് കറി വെക്കുന്നത്. ഇതൊന്ന് വെട്ടട്ട് ഞാൻ മീൻ വെട്ടുന്നത് എല്ലാവർക്കും പിന്നെ അറിയാവുന്നതാ, പിന്നെ കാണിക്കുന്നതേ ഉള്ളൂ. അത് ഇതൊക്കെ അങ്ങ് പറയുക. എന്താ വിലയാ മീൻ, തീ പിടിച്ച വിലയാണ്. മീൻകാരൻ വന്ന് ഞങ്ങളെ പിടിച്ചേൽപ്പിച്ച നെമ്മീൻ. അന്നേരം അതൊന്ന് കാണിച്ചേക്കാമെന്ന് വിചാരിച്ചു. എല്ലാവർക്കും അറിയാവുന്ന, പിന്നെ ഒന്ന് കാണിക്കുന്ന, അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടി കാണിക്കുന്നതേ ഉള്ളൂ. അപ്പം കണ്ടോ, എല്ലാവരും ഒന്ന് കണ്ടോ നമ്മുടെ മീൻ ക്ലീൻ ചെയ്യുന്നത് കണ്ടോ, എത്ര വൃത്തിയാണ്. തൊലി ഇതിൻ്റെ പുറത്തൊരു പാടയുണ്ട്, ആ പാട ഇങ്ങനെ പതുക്കെ ഇങ്ങനെ പൊളിക്കുമ്പം ഇങ്ങനെ കിട്ടും. കണ്ടോ എത്ര ഭംഗിയാന്ന് നോക്കി. എനിക്ക് തൊലി പൊളിക്കാതെ ഞാൻ ഒരു മീനും വെക്കത്തില്ല, എനിക്കിഷ്ടമില്ല. അതെ കണ്ടോ, ഇങ്ങനെ ആകുമ്പോൾ ഈ അഴക്ക് ഇങ്ങ് പോരും. ഇതിൻ്റെ പുറത്തുള്ള ചുണ്ണാമ്പെന്ന് പോലുള്ള സാധനം അതിങ്ങ് പോരും ഇപ്പം ഇങ്ങനെ കളയുമ്പം. എത്ര ഭംഗിയായി മീന്. മിക്ക ആൾക്കാരും അത് പൊളിക്കത്തില്ല, അങ്ങ് കഴുകി വെക്കത്തേ ഉള്ളൂ. പക്ഷെ എനിക്കത് ഇഷ്ടമല്ല, ഞാൻ എല്ലാ മീനും ഇങ്ങനെയാണ് ചെയ്യുന്നത്. എന്താ നല്ല വൃത്തിയായില്ല. ഇനി ഇത് നമ്മൾ കണ്ടിച്ച് കഷ്ണമാക്കാൻ പോവാണ്. മീനൊക്കെ വെട്ടി റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഇനി അത് ഞാൻ കുറച്ച് ഉപ്പിട്ട് വെച്ചിരിക്കുക, ഒന്ന് മാംസം ഒന്ന് ഉറച്ച് കിട്ടണം. എന്നിട്ടൊരു 10 മിനിറ്റ് ഇരുന്നിട്ട് വേണം കഴുകാൻ, അല്ലെങ്കിൽ മാംസം പൊടിഞ്ഞു പോകുമല്ലോ. അതിന് ഇച്ചിരി ഉപ്പിട്ട് വെച്ചിരിക്കുക. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇതിൻ്റെ കഴുകി വൃത്തിയാക്കി നമുക്ക് കറിക്കുള്ള പരിപാടി നോക്കാം. കഴുകി വൃത്തിയാക്കി റെഡിയാക്കി വെച്ചു. ഇനി നമ്മൾ കറി വെക്കാനുള്ള പരിപാടി തുടങ്ങാൻ പോവാണ്. അപ്പം വാ, എല്ലാവരും വാ, എൻ്റെ കൂടെ വാ. അതിന് ഒരു ചട്ടി അടുപ്പേ വെച്ചു, തീ കത്തിച്ചു. ചട്ടി ചൂടാകട്ടെ. എണ്ണ ഒഴിക്കണം, ചട്ടി അടുപ്പേ വെച്ചു. ചട്ടി ചൂടായി. ഞാൻ ഇച്ചിരി എണ്ണ അതിനകത്ത് ഒഴിച്ച്, വെളിച്ചെണ്ണ നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. മീൻകറിക്ക് എപ്പോഴും നമ്മൾ വെളിച്ചെണ്ണ വേണം, എന്നാലേ അതിൻ്റെ ടേസ്റ്റ് വരത്തുള്ളൂ. അപ്പം നോക്കാം. മീനിൽ എല്ലാവരും പറയും ഏറ്റവും നല്ല മീൻ നെമ്മീനാണ്. പക്ഷെ എനിക്ക് അതാ ഇഷ്ടമെന്ന് അറിയാമോ? അത് കേട്ടാൽ എല്ലാവർക്കും ആർക്കും ഇഷ്ടപ്പെടുകയല്ല. എനിക്ക് മത്തിയാണ് ഇഷ്ടം. പക്ഷെ ഇപ്പം നെമ്മീനെക്കാട്ടി വില മത്തിക്കാ. പിന്നെന്താ ചെയ്യാനാ? ഇപ്പം നെമ്മീന് വിലക്കുറവും മത്തിക്ക് വില കൂടുതലുമായി. മത്തിക്കാണ് ഒരുപാട് ഗുണമുണ്ട്, അസ്ഥികൾക്കൊക്കെ ഒത്തിരി നല്ലത്. എന്നോട് ഒരു ഓർത്തോ ഡോക്ടർ പറഞ്ഞ മത്തി വറുത്ത് കൂട്ടുകയോ പീര വെച്ച് കൂട്ടുകയോ ഒക്കെ ചെയ്യണമെന്ന്. അല്ലെങ്കിൽ തന്നെ എനിക്കതാണ് ഇഷ്ടം. ഇപ്പം നമ്മൾ ഈ മീന ഉണ്ടാക്കാൻ പോകുന്നത്. എണ്ണ ചൂടായി, കടുകിടുകയാണ്. ഒരു 1/4 സ്പൂണ് ഉലുവ ഇടുകയാണ്. കടുക് ഉലുവായി പൊട്ടിക്കഴിച്ചിട്ട് ഞാൻ ഇഞ്ചി ചതച്ച് വെച്ചിരിക്കാം. വെളുത്തുള്ളി,
ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ വേറെ വേറെ ചതച്ചാണ് ഇടുന്നത്. ഒന്നിച്ച് ചതക്കണേ. അങ്ങനെ ചതച്ചിടാം. കൊത്തി അരിഞ്ഞിടേണ്ടവർക്ക് അങ്ങനെ ഇടാം. അതെല്ലാം അവരവരുടെ ഇഷ്ടമാണ്. നമ്മൾ ഓരോ രീതിയിൽ പലരും പല രീതിയിലാണല്ലോ ഉണ്ടാക്കുന്നത്. ഇപ്പം നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും വഴന്നു. ഇനി അതിനകത്തോട്ട് മുളക് പൊടി ഇടാനാണ്. ഇതിന് 3 സ്പൂണ് മുളക് പൊടിയായി. ഇത് 1 കിലോ മീനാണ് കേട്ടോ, അത് പറയാൻ വിട്ടുപോയി. 1 കിലോ മീന് ഇതിന് 3 സ്പൂണ് കാശ്മീരി ചില്ലിയാണ് എടുക്കുന്നത്. ഇതിന് എരിവില്ലല്ലോ. അത് ഞാൻ നേരിട്ട് മുളക് പൊടി ഇടത്തില്ല. ഇന്ന് വെള്ളം ഒഴിച്ച് ഒന്ന് പേസ്റ്റ് പോലെ ആക്കും, എന്നിട്ടേ ഇടത്തുള്ളൂ. അല്ലെങ്കിൽ മുളക് പൊടി കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. പേസ്റ്റാക്കിയത് ഇതിലോട്ടിടുക. ഈ പേസ്റ്റ് എണ്ണയ്ക്കകത്ത് കിടന്ന് നല്ലപോലെ വഴലണം. അപ്പോൾ ആ മുളക് പൊടിയുടെ പച്ചമണം അങ്ങ് പൊക്കോളും. മുളക് പൊടി നേരിട്ടിട്ടാൽ അത് ചിലപ്പം കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ പേസ്റ്റാക്കി ഇടുന്നത്. അപ്പോൾ ഇതെല്ലാവരും കണ്ടല്ലോ, എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പേസ്റ്റ് നല്ലപോലെ എണ്ണയ്ക്കകത്ത് വഴന്നു. ഇനി അതിലോട്ട് മഞ്ഞൾ പൊടി, ആവശ്യത്തിന് മഞ്ഞൾ പൊടി, ഉലുവാപ്പൊടി ഒരു 1/4 സ്പൂൺ മതിയേ. നമ്മുടെ പുളി ഞാൻ കഴുകി വാരി അടുപ്പേ വെച്ചൊന്ന് തിളപ്പിച്ച് വെച്ചിരിക്കുകയാണ്. അതിൻ്റെ ഗുണമൊക്കെ പെട്ടെന്ന് ഇറങ്ങുമല്ലോ, അതിന് വേണ്ടിയാണ് ഈ പുളിവെള്ളം ഒഴിക്കുക. ഈ കൂട്ടത്തിൽ തന്നെ പുളി ഇടുക. 3 ഇത് നല്ല ഉറയുള്ള പുളി ആയതുകൊണ്ട് 3 കഷ്ണം പുളി എടുത്തുള്ളൂ. ഞാൻ ആവശ്യത്തിന് ഉപ്പിടുവാണ്. 1 സ്പൂൺ ഉപ്പ് പോരെ, പിന്നെ നമുക്കിടാം. ഇനി ഇതൊന്ന് തിളക്കട്ടെ. തിളച്ച് കഴിഞ്ഞിട്ട് മീനിടാം. അപ്പോൾ കണ്ട നമ്മുടെ മുളകും മുളക് പുളി ഉപ്പ് ഇതെല്ലാം ഇട്ട് തിളച്ചു. ഇനി അതിലോട്ട് മീനിടുകയാണ്. അരപ്പ് തിളയ്ക്കുന്നതിന് മുമ്പ് മീനിടരുത്. അത് അരപ്പ് തിളച്ച് കഴിഞ്ഞ് വേണം ഇടാൻ. നമ്മുടെ മീൻകറി അടുപ്പേ കയറി. ഇനി ഇത് ഇങ്ങനെ ഒന്ന് കറക്കണം. എല്ലായിടും ഒന്ന് പിടിക്കും. തവിയിട്ട് ഇളക്കിയാലേ പൊടിഞ്ഞു പോകും. അതിന് ഇങ്ങനെ ഒന്ന് കറക്കും. എന്താ എല്ലാവരും ഒന്ന് കണ്ടോളെ. വെള്ളം ഒത്തിരി ആകരുത്. വെള്ളം ഒത്തിരി ആയാൽ പിന്നെ അങ്ങ് ഒത്തിരി ലൂസായിട്ട് ചാറ് കിടക്കും. ചിലർക്ക് അതായിരിക്കും ഇഷ്ടം. പക്ഷേ എനിക്കാണെങ്കിൽ ചാറ് കുറുകിയിരിക്കണം. ഇങ്ങനെ മേളിൽ വെള്ളം വരാതെ ഇങ്ങനെ ഒരു പിന്നെ ഇത് തിളച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ വെള്ളം മീനിൻ്റെ വെള്ളം തന്നെ ഇറങ്ങും. ഇനി ഇത് അടച്ച് വെച്ച് നമുക്ക് വേവിക്കാം. അപ്പം നമ്മുടെ മീൻകറി റെഡിയായി. ഉണ്ടാവും. എന്നെ കാണുന്ന എല്ലാ മക്കളും ഇത് കാണണം. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ ഞാൻ പ്രതീക്ഷിക്കുന്നു. കമൻറ്റ് ചെയ്യുക, ലൈക്ക് അടിക്കുക, എന്നെ സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ. വന്നിട്ട് ഉപ്പുണ്ടോ എന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് വീണ്ടും ഇച്ചിരി കൂടെ ഒന്ന് ഇടണം. കറക്റ്റ് ഉപ്പും പുളി എല്ലാം കറക്റ്റ്. എൻ്റെ ചാറ് നല്ല കുറുകി വന്നു. ഇങ്ങനെയാണ് മീൻകറി ഇരിക്കേണ്ടത്. ഒരുപാട് അങ്ങ് ലൂസാകല. അപ്പോൾ ഒത്തിരി വെള്ളം വെക്കാതിരുന്നാൽ. പിന്നെ ഇതിനകത്ത് ഒരു പരിപാടിയും കൂടെ ഉണ്ട്. അത് മറന്നുപോയി, വിട്ടുപോയി. ഇതിൻ്റെ പുറത്ത് ഇച്ചിരി പച്ചവെളിച്ചെണ്ണ ഒഴിക്കണം. അന്നേരമാണ് മീൻകറിക്ക് ടേസ്റ്റ് ആകുന്നത്. പണ്ട് നമ്മുടെ അമ്മച്ചിമാരൊക്കെ പറയത്തില്ല, മീൻകറി താത്ത് വെച്ചാൽ ഉടനെ പച്ചവെളിച്ചെണ്ണ ഒഴിക്കണം.